51 സങ്കീർത്തനം. പ്രധാന ഗീതമായ 51 സങ്കീർത്തനം പാപം മൂലം വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ നീങ്ങുന്നതിനായുള്ള പ്രാർത്ഥനയാണ്. ദാവീദ് ബത്ശബയെ പ്രാപിച്ചതിന് ശേഷം അവനെ നാഥാൻ പ്രവാചകൻ സന്ദർശിച്ചപ്പോൾ ദാവീദ് ആലപിച്ചത് എന്ന തലക്കെട്ടിൽ ഈ അനുതാപ കീർത്തനം രചിക്കപ്പെടാനുള്ള കാരണം വ്യക്തമാകുന്നുണ്ട്. താൻ കഠിനമായ പാപമാണ് ചെയ്തിരിക്കുന്നത് എന്നും പാപമോചനത്തിന് അർഹതയില്ലാത്ത തനിക്ക് ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിക്കാൻ മാത്രമേ സാധിക്കൂ എന്നും ബോധ്യമായുണ്ടായ ദാവീദ് അനുതപിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നു. 51 സങ്കീർത്തനം. ദൈവമേ, നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിനു തന്നെ. ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എൻ്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിൻ്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ചു. സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിൻ്റെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. നിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുക്കുകയും വരുതേ. നിൻ്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരയണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിൻ്റെ വഴികളെ ഉപദേശിക്കും. പാപികൾ നിങ്കിലേക്ക് മനം തിരിയും. എൻ്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തു നിന്നും എന്നെ വിടുവിക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിൻ്റെ നീതിയെ ഘോഷിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ വായ് നിൻ്റെ സ്തുതിയെ വർണ്ണിക്കും. ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിൻ്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. നിൻ്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരുശലേമിൻ്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും പ്രസാദിക്കും. അപ്പോൾ നിൻ്റെ യാഗപീഠത്തിന്മേൽ കാളകളെ അർപ്പിക്കും. ദൈവമേ, സ്തുതി യോഗ്യമാകുന്നു. അഹായ് പാരിക്കുമോർ. ആമേൻ.